2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സനീഷ 45 സീറ്റുകളിൽ ജയിക്കണം. കോൺഗ്രസ് 45 സീറ്റുകൾ ജയിക്കണം. അതായത് ഇത്തവണ വിജയിച്ചതിൻ്റെ ഇരട്ടിയിലധികം സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കണം. ഇത്തവണ 93 സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല. കാരണം സീറ്റുകൾ ചിലപ്പോൾ കുറേ സീറ്റുകൾ കൂടി ലീഗിന് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 28 മുതൽ 30 വരെ സീറ്റുകൾ ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഒപ്പിച്ച് ചിലപ്പോൾ കുറച്ച് സീറ്റുകൾ അവർക്ക് കൊടുക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. പിന്നെ ഈ സീറ്റുകൾ വിജയം എന്നുള്ളത് മാത്രമാണ് ആത്യന്തിക ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് 12 സീറ്റുകളിലെങ്കിലും ഇവർ പരസ്പരം വെച്ചു മാറാനുള്ള ആലോചന നടക്കുന്നുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ UDF-നുള്ളിലെ സീറ്റുകളിൽ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 45-50% വിൻ റേറ്റിലേക്ക് അത് എത്തണം, കോൺഗ്രസ് എത്തണം. അപ്പോൾ അതിനുള്ള മണ്ഡലങ്ങളുണ്ടോ എന്ന കണക്ക് കോൺഗ്രസിനോട് CPIM ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞല്ലോ ഈ 100 സീറ്റ് എന്ന് സതീശൻ പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ആ കണക്ക് വെക്കൂ എന്നുള്ളതാണല്ലോ. ആ കണക്കിലേക്ക് ചർച്ചകൾ പക്ഷേ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കോൺഗ്രസ് ആ ചർച്ചകളിലേക്ക് കടക്കാൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല. ആകെ താല്പര്യപ്പെടുന്നത് എന്താണ്? മധ്യ കേരളത്തിലെ ചില ജില്ലകൾ ഞങ്ങൾക്കൊപ്പമുണ്ട്, അത് പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിൽ കിട്ടും. എവിടെയാണ്? പത്തനംതിട്ട കിട്ടും, ഇടുക്കി കിട്ടും, എറണാകുളം കിട്ടും. ഇങ്ങനെയൊക്കെയാണ്. മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. ഇടുക്കിയിൽ ആകെപ്പാടെ 5 സീറ്റാണുള്ളത്. പത്തനംതിട്ടയിൽ പോയാൽ ഈ പറഞ്ഞതുപോലെ പരിമിതമായ സീറ്റുകളാണ് ഓരോ ജില്ലകളിലും ഈ നിലയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അത്രയും സീറ്റുകൾ മുഴുവൻ പിടിച്ചാൽ പോലും ഈ ഇരട്ടിയിലധികം സീറ്റുകളിലേക്ക് വിജയിക്കേണ്ട കോൺഗ്രസിന് അത്രയും സീറ്റുകളിൽ വിജയിച്ചെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നിലനിൽക്കുന്ന സംശയം. ലീഗ് സംശയമില്ലാതെ ഒരു 70% അടക്കം 70% അതിൻ്റെ വിൻ റേറ്റ് ഇത്തവണ ഉണ്ടാവും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. 2021 60% അതിൻ്റെ വിൻ റേറ്റ്. ഇത്തവണ ഏതാണ്ട് 70% അത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഘടകകക്ഷികൾക്ക് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു മൊമെൻറ്റം നിലനിർത്തിയാൽ ഒരു 60% വരെ വിൻ റേറ്റ് എത്താൻ കഴിയുമെന്നാണ്. ഇങ്ങനെയൊക്കെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ മറ്റുള്ളവരുടെയും ലീഗിൻ്റെയും വിൻ റേറ്റ് ഇങ്ങനെ നിന്നാലും കോൺഗ്രസ് അവരുടെ വിൻ റേറ്റ് 50% എത്തിച്ച് നിർത്തണം. അതിന് പറ്റിയാലാണ് നമ്മളുടെ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഈ ചർച്ചയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും സാധ്യതയുള്ളൂ.